ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്, പുനലൂർ. അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശുദ്ധിയിലും അപൂർവ ഫാഷനിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കരികിൽ. വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്ത് നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ്, പത്തനാപുരം. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. നോക്കട്ടെ. White Mart, South India's largest home appliances retail network. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. KSKTU നേതൃത്വത്തിൽ ഭൂരഹിതരുടെ താലൂക്ക് ഓഫീസ് മാർച്ച്. സമരക്കാർ തഹസിൽദാരെ തടഞ്ഞുവെച്ചു. ആരോഗ്യമേഖലയ്ക്ക് പുത്തൻ പ്രതീക്ഷ നൽകി പുനലൂർ നഗരസഭ. സമഗ്ര ആരോഗ്യ പദ്ധതിയായ സ്പർശത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച. പത്തനാപുരത്ത് ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച കംഫർട്ട് സ്റ്റേഷൻ നോക്കുകുത്തിയാകുന്നു. പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ചു. സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. പട്ടയം നൽകിയിട്ടും ഭൂമി നൽകാത്തതിനെ തുടർന്ന് തെന്മല ആര്യങ്കാവ് പഞ്ചായത്തിലെ ഭൂരഹിതർ പുനലൂർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. KSKTUവിന്റെ നേതൃത്വത്തിൽ നടന്ന സമരത്തിന്റെ ഭാഗമായി സമരക്കാർ തഹസീൽദാരെ തടഞ്ഞുവച്ചു. ഭൂരഹിത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സാന്നിധ്യത്തിൽ സോണിയാഗാന്ധി പട്ടയം വിതരണം ചെയ്ത 294 കുടുംബങ്ങൾക്കാണ് സ്ഥലം ഇതുവരെയും ലഭ്യമാകാതിരിക്കുന്നത്. ഇതിനെതിരെ തെന്മല ആര്യങ്കാവ് പഞ്ചായത്തിലെ ഭൂരഹിതരാണ് KSKTUവിന്റെ നേതൃത്വത്തിൽ പുനലൂർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. പുനലൂർ TV ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണയ്ക്ക് R. സജീവൻ അധ്യക്ഷത വഹിച്ചു. KSKTU സംസ്ഥാന പ്രസിഡന്റ് B. രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ഇനി കേരളത്തിൽ ഭൂമി ഇല്ലാതിരിക്കാൻ ആരും ഉണ്ടാകുന്നു. എല്ലാവരും ഭൂമി ഉടമകളാണ്. പറന്നു പോകുന്ന കാർക്കും ഭൂമി ഉടമകളാണ്. ഈ പ്രഖ്യാപനം നടത്തിയ ശ്രീ ഉമ്മൻചാണ്ടി മാത്രമല്ല,
ഈ പ്രഖ്യാപനം നടത്താൻ സാക്ഷ്യപ്പെടുത്തി അടയാളപ്പെടുത്തി കൊണ്ടുവന്നത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷ ശ്രീമതി സോണിയാഗാന്ധി തിരുവനന്തപുരം ചന്ദ്രശേഖരനായ സ്റ്റേഡിയത്തിൽ ഈ പാവപ്പെട്ടെല്ലാം വിളിച്ചു വരുത്തി, കേരളത്തിലുള്ള മുഴുവൻ പേരെ വിളിച്ചു വരുത്തി അവരുടെ കയ്യിലെല്ലാം ഓരോ പട്ടയവും കൊടുത്തു. ഈ സർക്കാർ റദ്ദ് ചെയ്ത് ഏറ്റെടുത്ത ഈ ഭൂമിയിൽ 299 പേർക്ക് അവർ പാവപ്പെട്ട ഭൂരിപക്ഷ കർഷക തൊഴിലാളികളാണ്, തോട്ടം തൊഴിലാളികളാണ്, ഏറ്റവും പിന്നണിയിലുള്ളവരാണ്. കുറുകുന്നു തെന്മല മേഖലയിൽ താമസിക്കുന്ന ഈ ഭൂമിയില്ലാത്ത പാവപ്പെട്ട CPM KSKTU നേതാക്കളായ ജോർജ് മാത്യു, S ജയമോഹൻ, രാജപ്പൻ നായർ, C തങ്കപ്പൻ, D വിശ്വസേനൻ, M മുഹമ്മദ്, ഹർഷകുമാർ, CPM പുനലൂർ ഏരിയ സെക്രട്ടറി S ബിജു, KSKTU ഏരിയ സെക്രട്ടറി R ശ്രീനിവാസൻ, ലത്തീഫ്, പ്രകാശ്, സുഗതൻ, C ചന്ദ്രാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് കൂട്ടമായി എത്തിയ പ്രവർത്തകർ തഹസിൽദാർ B ശശികുമാറിനെ ഓഫീസ് മുറിക്കുള്ളിൽ തടഞ്ഞുവെച്ചു. സമരം സിന്ദാബാദ്, ജീവിത സമരം സിന്ദാബാദ്, KSKTU സിന്ദാബാദ്, KSKTU സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. പട്ടയപ്രകാരമുള്ള തങ്ങളുടെ ഭൂമി തങ്ങൾക്ക് അനുവദിച്ച് കിട്ടും വരെ സമരം തുടരുമെന്ന് പ്രവർത്തകർ പ്രഖ്യാപിച്ചു. മുദ്രാവാക്യം മുഴക്കി പ്രവർത്തകർ ഓഫീസ് മുറിക്കുള്ളിൽ കുത്തിയിരുന്നു. തുടർന്ന് കളക്ടറുടെയും ആർഡിഒയും സാന്നിധ്യത്തിൽ വരും ദിവസങ്ങളിൽ ചർച്ച നടത്തി പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത്. സർക്കാർ ഏറ്റെടുത്ത ഭൂമിയാണ് 10 ഏക്കർ 67 സെന്റ് വരും. ആ ഭൂമി 299 പേർക്ക് കേരള ഗവൺമെന്റ് പ്രഖ്യാപിക്കപ്പെട്ട ഭൂരഹിത കേരള പദ്ധതി ഉൾപ്പെടുത്തി പട്ടയം കൊടുത്തു. 2 കൊല്ലക്കാലം പിന്നിട്ടു. ഈ പട്ടയം കൊടുത്ത ഭൂമിയിൽ അവകാശം സ്ഥാപിച്ചുകൊണ്ട് ഉടമകൾ കോടതി ഒരാഴ്ച സ്റ്റേ ചെയ്തു. ഇതിന്മേൽ ഗവൺമെന്റ് സന്ദർഭത്തിനനുസൃതമായി സംയോജിതമായി സത്യവാങ്മൂലം കൊടുത്ത് ഈ കേസ് സർക്കാരിൻ്റെതാക്കി മാറ്റി ഈ ഭൂരഹിതർക്ക് അളന്ന് തിരിച്ച് തണ്ടപ്പേർ പിടിച്ച് സ്വന്തമാക്കി കൊടുക്കുന്നത് തികഞ്ഞ അലംഭവും അനാസ്ഥയും സർക്കാർ കാട്ടിച്ചു റവന്യൂ അധികാരി. ഇതിൻ്റെ അർത്ഥം ഭൂ ഉടമകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. തങ്ങൾ കുഞ്ഞ് മുസ്ലിം കുടുംബത്തെ സംരക്ഷിക്കുക, സഹായിക്കുക എന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഈ 299 പേരെയും പച്ചയായി പറയാൻ വഞ്ചിക്കാൻ ഈ വഞ്ചനയും ഈ ചതിയിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ ഭൂരഹിതരെ ഉൾപ്പെടുത്തിക്കൊണ്ട് റവന്യൂ അധികാരി എന്ന നിലയിൽ, അതിൻ്റെ കസ്റ്റോഡിയൻ എന്ന നിലയിൽ തഹസിൽദാരെ ഞങ്ങൾ ഇന്നിപ്പോൾ വളഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി ഞങ്ങൾക്ക് ഭൂമി കിട്ടിയിട്ടേ പോകാൻ പാടും. ഈ കളിപ്പിക്കാൻ പറ്റുന്നത് ഭൂമി എപ്പോൾ ലഭിക്കുന്നുവോ ആ സമയം വരെ നമ്മൾ തുടരും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇടത്തറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതുതായി അനുവദിച്ച സ്കൂൾ ബസ്സിൽ KB ഗണേഷ് കുമാർ MLA ഡ്രൈവറായി. അധ്യാപകരുടെയും പൊതുപ്രവർത്തകരുടെയും ഉല്ലാസയാത്ര കൗതുകം പകർന്നു. MLA KB ഗണേഷ് കുമാർ തന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ഇടത്തറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനായി വാങ്ങി നൽകിയതാണ് ഈ ബസ്. പൊതുവേദിയിലെ ഉദ്ഘാടന പ്രസംഗത്തിനു ശേഷം MLA മിനി ബസിന്റെ താക്കോലുമായി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. MLA വണ്ടിയുമായി പായാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് അറിഞ്ഞതോടെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും അധ്യാപകരും ബസിനുള്ളിലേക്ക് തള്ളിക്കയറി. ബസിനുള്ളിൽ യാത്രക്കാർ നിറഞ്ഞതോടെ താൽക്കാലിക ഡ്രൈവറായ ഗണേഷ് കുമാർ വണ്ടിയുമായി സ്കൂൾ അങ്കണത്തിൽ നിന്ന് വെളിയിലെത്തി. പിന്നീട് ചെറുവഴികളിലൂടെയും ഇടവഴികളിലൂടെയും മലയോര പാതകളിലൂടെയുമുള്ള യാത്ര. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് H നജീബ് മുഹമ്മദും മുൻ പ്രസിഡന്റ് S ഷാജിയും മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും PTA ഭാരവാഹികളും മദർ PTA ഭാരവാഹികളുമെല്ലാം നിറഞ്ഞ ബസ് യാത്ര ഫലത്തിൽ ഉല്ലാസയാത്രയായി മാറുകയായിരുന്നു. യാത്രക്കാർക്കിടയിൽ നിന്ന് രസകരമായ ചില പ്രതികരണങ്ങളും ഉയർന്നുകേട്ടു. മലയോര പാതകളിലൂടെ ഗ്രാമങ്ങൾ ചുറ്റി സഞ്ചരിച്ച ബസ് വീണ്ടും തിരികെ സ്കൂളങ്കണത്തിലെത്തിയപ്പോൾ വിദ്യാർത്ഥികൾ ആവേശത്തോടെ കൈയടിച്ചെതിരേറ്റു. MLAക്കൊപ്പമുള്ള ബസ് യാത്ര ഫലത്തിൽ യാത്രക്കാർക്ക് ആഹ്ലാദകരമായ ഒരു ഉല്ലാസയാത്രയായി മാറി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. അഞ്ചൽ ആലഞ്ചേരിയിൽ വർക്ക്ഷോപ്പിന് തീപിടിച്ചു. പുനലൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ആലഞ്ചേരി അമ്പലമുക്ക് പാതയിൽ 6 മാസം മുമ്പ് പ്രവർത്തനം ആരംഭിച്ച 10 അടി സ്വദേശി സുനൂദിന്റെ ഉടമസ്ഥതയിലുള്ള വർക്ക്ഷോപ്പിനാണ് തീപിടിച്ചത്. വ്യാഴാഴ്ച രാവിലെ 6:30യോടെയായിരുന്നു സംഭവം. വർക്ക്ഷോപ്പിന്റെ പിൻഭാഗത്തെ കരിയിലകൾക്ക് തീപിടിച്ച ശേഷം വർക്ക്ഷോപ്പിനുള്ളിലേക്ക് തീ പടരുകയായിരുന്നു. സമീപത്തെ റോഡിലൂടെ നടന്നുപോയവരാണ് സംഭവം ആദ്യം കണ്ടത്. തുടർന്ന് ഇവർ ഫയർഫോഴ്സിനെയും വർക്ക്ഷോപ്പ് ഉടമയെയും വിവരം അറിയിച്ചു. പുനലൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. വാഹനങ്ങളുടെ ഉപയോഗശൂന്യമായ പാർട്സുകൾ കൂട്ടിയിട്ടിരുന്ന ഭാഗത്താണ് തീപിടിച്ചത്. തീപിടുത്തമുണ്ടായ
സമയം വർക്ക്ഷോപ്പിനുള്ളിൽ അറ്റകുറ്റപ്പണികൾക്കായി 2 കാറുകൾ പാർക്ക് ചെയ്തിരുന്നു. കൂടാതെ ഗ്യാസ് വെൽഡിംഗിന് ഉപയോഗിക്കുന്ന അസറ്റിലിൻ സിലിണ്ടറും ഇതിന് സമീപം ഉണ്ടായിരുന്നു. ഇവയിലേക്ക് തീ ആളിപ്പടരാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. സംഭവ സമയം വർക്ക്ഷോപ്പിനുള്ളിൽ ജീവനക്കാരുണ്ടായിരുന്നില്ല. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പുനലൂർ നഗരസഭയുടെ സമഗ്ര ആരോഗ്യ പദ്ധതിയായ സ്പർശത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും. പുനലൂർ MLA അഡ്വക്കേറ്റ് കെ രാജു പദ്ധതി ഉദ്ഘാടനം ചെയ്യും. പുനലൂർ നിവാസികൾക്ക് പുത്തൻ ആരോഗ്യ സംസ്കാരം രൂപപ്പെടുത്തി മികച്ച ചികിത്സാ സൌകര്യമൊരുക്കാൻ ലക്ഷ്യമിട്ടാണ് നഗരസഭ സ്പർശം എന്ന പേരിൽ സമഗ്ര ആരോഗ്യ പരിപാലന പദ്ധതി നടപ്പിലാക്കുന്നത്. നഗരസഭയിലെ 35 വാർഡുകളെയും ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന ഈ പദ്ധതിയുടെ മേൽനോട്ടം നഗരസഭാ കൌൺസിലിനും സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷനുമാണ്. വയോജനങ്ങൾക്കും ഗർഭിണികൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകി നഗരസഭാ മേഖലയിലെ എല്ലാ ജനങ്ങൾക്കും പരിശോധനയും ചികിത്സയും പരിപാലനവും ലഭ്യമാക്കുന്ന സ്പർശം പദ്ധതിയുടെ ഉദ്ഘാടനമാണ് വെള്ളിയാഴ്ച വൈകിട്ട് പുനലൂർ ചെമ്മന്തൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ നടക്കുന്നത്. പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാലിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ സ്പർശം പദ്ധതി അഡ്വക്കേറ്റ് കെ രാജു MLA ഉദ്ഘാടനം ചെയ്യും. സ്നേഹപൂർവ്വം അമ്മയ്ക്ക് എന്ന മാതൃകാ പദ്ധതിയുടെ സന്ദേശം കൊല്ലം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് S ജയമോഹൻ നൽകും. ചടങ്ങിൽ ചലച്ചിത്ര നടനും സംവിധായകനും എഴുത്തുകാരനുമായ മധുപാൽ, സംവിധായകനും നടനുമായ MA നിഷാദ് എന്നിവർ മുഖ്യ അതിഥികളാകും. സാമൂഹ്യ സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ TP അഷ്റഫ് പദ്ധതി വിശദീകരിക്കും. ചടങ്ങിൽ നഗരസഭാ ഉപാധ്യക്ഷ K പ്രഭ സ്വാഗതം പറയും. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുഭാഷ് ചീനാഥ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V ഓമനക്കുട്ടൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംജദ് ബിനു, മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിതമ്മ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാബു അലക്സ്, LDF പാർലമെന്ററി പാർട്ടി സെക്രട്ടറി AK ലത്തീഫ്, UDF പാർലമെന്ററി പാർട്ടി ലീഡർ നെൽസൺ സെബാസ്റ്റ്യൻ, നഗരസഭാ കൌൺസിലർമാരായ K രാജശേഖരൻ, K സുരേന്ദ്രനാഥ് തിലകൻ, പുനലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടൈറ്റസ് സെബാസ്റ്റ്യൻ, CPI മണ്ഡലം പ്രസിഡന്റ് C അജയ് പ്രസാദ്, UDF നിയോജക മണ്ഡലം ചെയർമാൻ കരിക്കത്തിൽ പ്രസേനൻ, കോൺഗ്രസ് എസ് പ്രതിനിധി K ധർമ്മരാജൻ, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B രാധാമണി തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 10ാമത് സംസ്ഥാന സമ്മേളനം സംഘടിപ്പിച്ചു. 2, 3, 4 തീയതികളിലായി പത്തനംതിട്ടയിലാണ് സംസ്ഥാന സമ്മേളനം സംഘടിപ്പിച്ചത്. കേരള കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 10ാമത് സംസ്ഥാന സമ്മേളനമാണ് പത്തനംതിട്ടയിൽ 2, 3, 4 തീയതികളിലായി സംഘടിപ്പിച്ചത്. സമ്മേളനത്തിന് മുന്നോടിയായി സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം സമ്മേളന നഗരിയിൽ സമാപിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി പ്രവർത്തകർ പ്രകടനത്തിൽ അണിനിരന്നു. ജനറൽ സെക്രട്ടറി വിനു ശിവദാസ്, പ്രസിഡന്റ് NH അൻവർ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി.
സർവീസ് അസോസിയേഷന്റെ 10ാമത് സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 2. നാടൻ കലാരൂപങ്ങളും നിശ്ചല ദൃശ്യങ്ങളുമെല്ലാം പ്രകടനത്തിന് മികവേകി. കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ ബാനറിന് കീഴിൽ പുനലൂർ, പത്തനാപുരം, അഞ്ചൽ മേഖലയിൽ നിന്നുള്ള നിരവധി പ്രവർത്തകർ അണിനിരന്നു. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 10ാം സംസ്ഥാന സമ്മേളനം ഇപ്പോൾ സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 2, 3, 4 തീയതികളിൽ പത്തനംതിട്ടയിൽ വെച്ച് നടക്കും. 2-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്ക് സാംസ്കാരിക പരിശീലനത്തിന് ശേഷം ജില്ലാ സ്റ്റേഡിയത്തിന് സമീപം പൊതുസമ്മേളനം ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കേരളത്തിന്റെ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ആഭ്യന്തര ഉപമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. മുൻമന്ത്രി തോമസ് ഐസക്, MLA-മാരായ രാജു എബ്രഹാം, ശിവദാസൻ നായർ, MP ആന്റോ ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു. 3-4 തീയതികളിലായി അടൂർ ഗീതം ഓഡിറ്റോറിയത്തിൽ പ്രതിനിധി സമ്മേളനവും പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. SMV ഹെർബൽ റെമഡീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, കുന്നിക്കോട്. ആയുർവേദ ഔഷധ നിർമ്മാണ രംഗത്ത് 60 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം. 17ഓളം പേറ്റന്റ് പ്രോഡക്റ്റുകൾ. അത്യാധുനിക യന്ത്ര സജ്ജീകരണങ്ങളോടുകൂടിയ പ്രവർത്തനം. GMP ISO സർട്ടിഫിക്കറ്റുകൾ നേടിയ പ്രമുഖ സ്ഥാപനം. അൾസർ, വാദം, രക്തസമ്മർദ്ദം തുടങ്ങി എല്ലാവിധ വ്യാധികൾക്കും ഉത്തമ ഔഷധങ്ങൾ. എല്ലാ കഷായങ്ങളുടെയും ക്യാപ്സ്യൂളുകൾ ലഭ്യമാണ്. ഔഷധ നിർമ്മാണ രംഗത്ത് കിഴക്കൻ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സ്ഥാപനം SMV ഹെർബൽ റെമഡീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, കുന്നിക്കോട്. ഫോൺ 0475232533. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 15 കോടിയിൽ പരം രൂപയുടെ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. 1-ാം സമ്മാനം 1 കിലോ സ്വർണവും 1 സെലീരിയോ കാറും. 2-ാം സമ്മാനം 1/2 കിലോ സ്വർണം. 3-ാം സമ്മാനം 1/4 കിലോ സ്വർണം വീതം 2 ഭാഗ്യശാലികൾക്ക്. 4-ാം സമ്മാനം 4 സെലീരിയോ കാറുകൾ 4 ഭാഗ്യശാലികൾക്ക്. 5-ാം സമ്മാനം 50,000 രൂപ വീതം 56 ഭാഗ്യശാലികൾക്ക്. എല്ലാ കൂപ്പണും ഉറപ്പ് സമ്മാനങ്ങൾ. ഈ ഓഫർ ഡിസംബർ 1 മുതൽ ജനുവരി 15 വരെ മാത്രം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഇപ്പോൾ ഓരോ 1/2 കിലോ റിപ്പിൾ ടീയുടെ കൂടെ
1/2 കിലോ പഞ്ചസാര സൗജന്യം. കൂടാതെ ഓരോ 250 ഗ്രാം റിപ്പിൾ ടീയുടെ കൂടെ 13 രൂപ വിലയുള്ള സേമിയ സൗജന്യം. റിപ്പിൾ ടീ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ്, SBT ATM സമീപം, KO എബ്രഹാം ബിൽഡിംഗ്, പത്തനാപുരം. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. പാരിപ്പള്ളി കൊടിമൂട്ടിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം ഫെബ്രുവരി 26 മുതൽ മാർച്ച് 6 വരെ. ഭദ്രോത്സവം മാർച്ച് 4, 5, 6 തീയതികളിൽ. കെട്ടുകാഴ്ചകളും വൈദ്യുത ദീപാലങ്കാരവും സാംസ്കാരിക ഘോഷയാത്രയും ക്ഷേത്രകലാസന്ധ്യയും. ഫെബ്രുവരി 26 മുതൽ മാർച്ച് 6 വരെ ഉത്സവ ദിവസങ്ങളിൽ വിവിധ സമ്മേളനങ്ങളും സെമിനാറുകളും. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണി മുതൽ അന്നദാനം. കാർഷിക വ്യാവസായിക പ്രദർശനവും വിപണനവും ഫെബ്രുവരി 26 മുതൽ മാർച്ച് 6 വരെ. ഭക്തജനങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾ സാദരം കൊടുമുട്ടിലമ്മയുടെ നാമധേയത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. റബ്ബറിന്റെ വിലത്തകർച്ചയ്ക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉടനടി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് CPI നേതൃത്വത്തിൽ പുനലൂർ KSRTC ജംഗ്ഷനിൽ സത്യാഗ്രഹം സംഘടിപ്പിച്ചു. CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി K. പ്രകാശ് ബാബു സമരം ഉദ്ഘാടനം ചെയ്തു. രാവിലെ 10 ആരംഭിച്ച സത്യാഗ്രഹ പരിപാടി CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി K. പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. ചെറുകിട കൃഷിക്കാർ വ്യാപകമായി നമ്മുടെ നാട്ടിൽ വന്നതോടുകൂടി റബ്ബർ കേരളത്തിലെ ചെറുകിട കൃഷിക്കാരന്റെ ഒഴിവാക്കാൻ കഴിയാത്ത ജീവിത പങ്കാളിയായിട്ട് മാറുകയാണ്. ഇന്ന് റബ്ബർ ഇല്ലാത്ത ഒരു കൃഷിക്കാരനും ഇല്ലാത്ത നിലയിലേക്ക് നമ്മുടെ നാട്ടിൽ വന്നു. വളരെ അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രം ചില ആളുകളെ ഉള്ളൂ റബ്ബർ കൃഷിയിലേക്ക് തിരിയാത്തത്. ഇന്ത്യ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള റബ്ബറിന്റെ 70.2% റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ കൊച്ചു കേരളമാണ്. ഈ കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ റബ്ബർ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിൽ നേരത്തെ പറഞ്ഞ മലയാളം പ്ലാന്റേഷനും AVTയും ഈ BB എസ്റ്റേറ്റ് തുടങ്ങിയ വലിയ പ്ലാന്റേഷനുകൾ ഒക്കെ ഉണ്ടെങ്കിലും കേരളത്തിലെ 92% റബ്ബർ ഉൽപാദകരും ചെറുകിട റബ്ബർ കർഷകരാണ്. റബ്ബറിന് കിലോഗ്രാമിന് 200 രൂപ താങ്ങുവിലയായി നിശ്ചയിക്കണമെന്ന് പ്രകാശ് ബാബു ഉദ്ഘാടന പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു. CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി K. രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ CPI മണ്ഡലം സെക്രട്ടറി C. അജയ് പ്രസാദ് സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് K. രാജു MLA, മുൻ MLA PS സുബാൽ, CPI ജില്ലാ സെക്രട്ടറി R. രാമചന്ദ്രൻ, KS ഇന്ദുശേഖരൻ നായർ, ജോബോയ് പെരേര തുടങ്ങിയവർ സംസാരിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ സമരത്തെ അഭിവാദ്യം ചെയ്തു. സത്യാഗ്രഹ സമരം വൈകുന്നേരം 4-നാണ് സമാപിച്ചത്. റബ്ബർ വിലയിടിവ് സംസ്ഥാനത്തെ ജനജീവിതത്തെ പ്രതികൂലമായി ബാധിച്ച സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നാണ് സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ ആവശ്യപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ആരോപണ പ്രത്യാരോപണങ്ങളുമായി CPIയും കോൺഗ്രസും നേർക്കുനേർ. കിഴക്കൻ മേഖല പുത്തൻ രാഷ്ട്രീയ വിവാദങ്ങളിൽ ചൂടുപിടിക്കുന്നു. ആരോപണ പ്രത്യാരോപണങ്ങളുമായി CPIയും കോൺഗ്രസും നേർക്കുനേർ പോരാടുമ്പോൾ തെന്മല പഞ്ചായത്തിൽ പുത്തൻ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ചൂടുപിടിക്കുകയാണ്. കോൺഗ്രസ് നേതാവും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ഷൈനി ബിജുവിനെ CPI നേതാവും നിലവിലെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ L. ഗോപിനാഥപിള്ള അസഭ്യം പറഞ്ഞതായി ആരോപിച്ച് ഷൈനി ബിജു തെന്മല പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ ഗൂഢാലോചനയുടെ ഫലമായി കോൺഗ്രസ് നേതാക്കൾ തന്നെ കരിവാരിത്തേക്കാൻ ശ്രമിക്കുകയാണെന്ന ആരോപണവുമായി L. ഗോപിനാഥപിള്ളയും രംഗത്ത് വന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതു മുതൽ CPIയും കോൺഗ്രസും തെന്മല പഞ്ചായത്തിൽ നേർക്കുനേർ പോരാടുകയാണ്. എക്സ്പ്ലോസീവ് മാഗസിൻ സ്ഥാപിക്കാൻ വന്ന കൊല്ലം സ്വദേശിയിൽ നിന്നും 20 ലക്ഷം രൂപ കൈക്കൂലിയായി വാങ്ങിയാണ്
തെരഞ്ഞെടുപ്പിൽ LDF വിജയിച്ചതെന്ന് കോൺഗ്രസ് നേതാവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ ശശിധരൻ ആദ്യം ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ എക്സ്പ്ലോസീവ് മാഗസിന് അനുമതി നിഷേധിച്ച LDF ഈ ആരോപണം തെറ്റാണെന്ന് തെളിയിച്ചു. എന്നാൽ തന്റെ ആരോപണത്തെ തുടർന്നാണ് എക്സ്പ്ലോസീവ് മാഗസിന് അനുമതി നിഷേധിച്ചെന്നായിരുന്നു ശശിധരന്റെ വാദം. തുടർന്ന് ഗ്രാമസഭയിലും CPI നേതാക്കളും കോൺഗ്രസും പരസ്പരം ഏറ്റുമുട്ടി. മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും നിലവിലെ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ സജികുമാരി സുഗതനും തന്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന CPI നേതാവ് അഞ്ജന ശശികുമാറും വാഗ്വാദത്തിലേർപ്പെട്ടതും രാഷ്ട്രീയപരമായി ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. ഇരു മുന്നണികളും ശക്തമായി ആരോപണ പ്രത്യാരോപണങ്ങളുമായി രംഗത്ത് വന്നതോടെ കിഴക്കൻ മേഖലയിൽ പുത്തൻ രാഷ്ട്രീയ വഴിത്തിരിവുകൾ ഉണ്ടാകുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. പത്തനാപുരം കല്ലുംകടവിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച കംഫർട്ട് സ്റ്റേഷൻ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തില്ല. ഇവിടെ സാമൂഹ്യവിരുദ്ധ ശല്യവും രൂക്ഷം. ഇവിടെ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ മദ്യപാനം ഉൾപ്പെടെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ശബരിമല സീസണിൽ നിർമ്മാണം പൂർത്തിയാക്കി പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുമെന്നായിരുന്നു അധികൃതരുടെ ഉറപ്പ്. ശബരിമല സീസൺ കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിട്ടിട്ടും കംഫർട്ട് സ്റ്റേഷൻ തുറന്നു കൊടുക്കാനായിട്ടില്ല. പത്തനാപുരം കല്ലിങ്കടവിൽ സ്വകാര്യ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് പഞ്ചായത്ത് വക സ്ഥലത്താണ് കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുന്നത്. പത്തനാപുരം KSRTC ഡിപ്പോയിലും കംഫർട്ട് സ്റ്റേഷൻ ഇല്ലാത്ത സ്ഥിതിയാണ്. KSRTC ഡിപ്പോയിൽ കംഫർട്ട് സ്റ്റേഷനായി പുതുതായി നിർമ്മാണം ആരംഭിച്ചെങ്കിലും വ്യാപാരി വ്യവസായികളുടെ എതിർപ്പിനെ തുടർന്ന് നിർമ്മാണം നിർത്തിവച്ചിരിക്കുകയാണ്. പത്തനാപുരം മാർക്കറ്റിനുള്ളിൽ മാത്രമാണ് ഇപ്പോൾ കംഫർട്ട് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. പ്രാഥമിക ആവശ്യത്തിനായി പൊതുജനങ്ങൾ നെട്ടോട്ടമോടുമ്പോഴാണ് നിർമ്മാണം പൂർത്തിയാക്കിയ കംഫർട്ട് സ്റ്റേഷൻ തുറന്നുകൊടുക്കാൻ അധികാരികൾ തയ്യാറാകാത്തത്. കല്ലിങ്കടവിൽ KN ബാലഗോപാൽ MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 36 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച സാംസ്കാരിക നിലയം ഉദ്ഘാടനം നടത്തിയെങ്കിലും പൊതുജനങ്ങൾക്ക് പ്രയോജനമില്ലാത്ത അവസ്ഥയിലാണ്. ആവശ്യമായ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിപ്പിക്കാൻ അധികാരികൾ തയ്യാറാകണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഗതാഗതം തടസ്സപ്പെടുത്തി പൊതുനിരത്തുകളിലും റോഡ് സൈഡിലും സ്റ്റേജ് നിർമ്മിക്കരുതെന്നിരിക്കെ പത്തനാപുരത്ത് നിയമങ്ങൾ കാറ്റിൽ പറത്തി നിർമ്മിച്ച സ്റ്റേജ് ഗതാഗത തടസ്സമുണ്ടാക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ നിയമം ലംഘിക്കുമ്പോൾ അധികാരികൾ മൗനം പാലിക്കുകയാണ്. അടുത്ത 2 ആഴ്ചക്കിടെ വിവിധ നേതാക്കളുടെ യാത്രയാണ് പത്തനാപുരത്ത് എത്തിച്ചേരുന്നത്. അതിനായി സ്ഥിരമായി സ്റ്റേജ് ഒരുക്കിയ നിലയിലാണ്. ഇവിടെ പഞ്ചായത്ത് വക ചെറിയ സ്റ്റേജ് ഉണ്ടായിരുന്നത് തകർന്നതോടെ റോഡിലേക്ക് ഇറക്കിയാണ് ഇപ്പോഴത്തെ സ്റ്റേജ് നിർമ്മാണം. സ്റ്റേജ് റോഡിലേക്ക് ഇറക്കിയിരിക്കുന്നത് മൂലം ഇരുവശങ്ങളിലൂടെ വരുന്ന വാഹനങ്ങൾ ഗതാഗതക്കുരുക്കിൽപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം യാത്രയുമായി KPCC പ്രസിഡന്റ് VM സുധീരൻ എത്തിയപ്പോൾ റോഡിൽ ജനങ്ങൾ നിറഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. കല്ലിങ്കടവിൽ സ്റ്റേജ് നിർമ്മിക്കാൻ ആവശ്യമായ സൗകര്യം ഉണ്ടെന്നിരിക്കെ പത്തനാപുരം നഗരഹൃദയത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് പരിപാടി നടത്താനാണ് സംഘാടകർക്ക് താല്പര്യം. ഇടുങ്ങിയ റോഡിൽ ജനങ്ങൾ നിറയുമ്പോൾ പരിപാടി വിജയിച്ചതായി നേതാക്കൾ കണക്ക് കൂട്ടുന്നു. ഫെബ്രുവരി 6 കുമ്മനം രാജശേഖരൻ നയിക്കുന്ന വിമോചന യാത്ര, 9 കുഞ്ഞാലിക്കുട്ടി നയിക്കുന്ന കേരള യാത്ര, 11 പിണറായി വിജയൻ നയിക്കുന്ന നവകേരള യാത്ര, ഇതിനെല്ലാം വീർപ്പുമുട്ടുന്ന നഗരഹൃദയത്തിലാണ് വേദി ഒരുങ്ങുന്നത്. പരിപാടികൾ കഴിഞ്ഞാലും സ്ഥാപിച്ചിരിക്കുന്ന കമാനങ്ങൾ പൊളിച്ചു നീക്കാറില്ല. ഇതിനു പിന്നിൽ രാഷ്ട്രീയ പാർട്ടികളായതിനാൽ അധികൃതർ നിയമ നടപടി സ്വീകരിക്കാനും മടിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ്, ഷെഹനാസ്, ലാക്മി, ആന്റിക്സ് ഡാസ്ലർ, മെബ്ലിൻ, നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ ലേഡീസ് ബാഗുകൾ, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ് ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻ. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. പവിഴം ഗോൾഡ്, 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. അഞ്ചൽ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. റബ്ബർ വിലയിടിവിനെതിരെ CPIയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കർഷക പ്രക്ഷോഭ യാത്രയ്ക്ക് തെന്മലയിൽ സ്വീകരണം നൽകി. അഡ്വക്കേറ്റ് K. രാജു MLA സ്വീകരണ പരിപാടിയിൽ സംസാരിച്ചു.
ബുധനാഴ്ച രാവിലെ 11-ന് തെന്മല ജംഗ്ഷനിൽ എത്തിച്ചേർന്ന ജാഥയ്ക്ക് പാർട്ടി പ്രവർത്തകർ സ്വീകരണം നൽകുകയായിരുന്നു. സ്വീകരണം ഏറ്റുവാങ്ങിയ ജാഥ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് കെ രാജു MLA സ്വീകരണ പരിപാടിയിൽ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് സംസാരിച്ചു. കൃഷിക്കാരിൽ ഒരു വിഭാഗം റബ്ബർ കൃഷി അവരുടെ വിഷയം ഏറ്റെടുത്തുകൊണ്ട് വളരെ രൂക്ഷമായ ഒരു പ്രക്ഷോഭത്തിലേക്ക് പോകണം എന്ന് തീരുമാനിക്കാനിടയായ സാഹചര്യം ഇവിടെ ജാഥാംഗം ഗോപാലകൃഷ്ണപിള്ള സാമാന്യനെ വിശദീകരിച്ചു. എങ്കിലും എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് കർഷകർ ആകെ തന്നെ, അത് റബ്ബർ കൃഷിക്കാരെന്നോ നെൽകൃഷിക്കാരെന്നോ വാഴ കൃഷിക്കാരെന്നോ അങ്ങനെയൊന്നുമില്ല, കപ്പ കൃഷിക്കാർ പോലും അവരെല്ലാം ന്യായമായ വില ലഭിക്കാതെ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടമാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടത്. റബ്ബർ കൃഷിയെ സംബന്ധിച്ച് പറയുമ്പം നമ്മുടെ ഈ സംസ്ഥാനത്തിന്റെ മലയോര മേഖലകൾ, നമ്മുടെ ജില്ല എടുത്താൽ ജില്ലയുടെ കിഴക്കൻ താലൂക്കുകൾ, പ്രത്യേകിച്ച് പുനലൂർ താലൂക്ക്, പത്തനാപുരം താലൂക്ക്, നമ്മുടെ കൊട്ടാരക്കര താലൂക്ക്, അതുപോലെ തന്നെ കുന്നത്തൂർ താലൂക്ക്, ഈ താലൂക്കുകളിൽ റബ്ബർ കൃഷി വളരെ വ്യാപകമാണ്. വളരെ വ്യാപകമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ 12 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ കഥ, റബ്ബർ കൃഷിക്കാരായിട്ടുള്ള ആളുകളുടെ കുടുംബങ്ങളുടെ കഥ പറഞ്ഞു. സ്വീകരണ പരിപാടിക്ക് കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി PO യോഹന്നാൻ അധ്യക്ഷത വഹിച്ചു. R മോഹനൻ സ്വാഗതം പറഞ്ഞു. CPI നേതാക്കളായ C അജയപ്രസാദ്, ജോബോയ് പെരേര, K രാധാകൃഷ്ണൻ, L ഗോപിനാഥപിള്ള, അഡ്വക്കേറ്റ് PB അനിമോൻ, ഇടമൺ സുനിൽകുമാർ, ഉറുകുന്നു സുനിൽകുമാർ, VS സോമരാജൻ, കമറുദ്ദീൻ, കോമളകുമാർ, I മൻസൂർ, സിബിൽ ബാബു, ഗോപകുമാർ, പ്രകാശ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തെന്മല. വേനൽക്കാലം ആരംഭിച്ചതോടെ തെന്മല പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നു. തെന്മല ബ്യൂറോ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്. തെന്മല MSL-ൽ കഴുതുരുട്ടിയാറ്റിൽ നിന്നും മധ്യവയസ്ക വീട്ടിലേക്ക് ആവശ്യമായ വെള്ളം എത്തിക്കുന്ന കാഴ്ചയാണിത്. ദേശീയപാതയിൽ നിന്നും ചെങ്കുത്തായ സംരക്ഷണ ഭിത്തിയിലൂടെ കലവും വെള്ളവുമായി കയറുന്ന കാഴ്ച. അടിയൊന്ന് തെറ്റിയാൽ ജീവൻ വരെ പോകാമെന്ന അവസ്ഥ. തെന്മല പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ കുടിവെള്ള പ്രശ്നം നേരിടുന്ന MSL ഭാഗത്ത് ആറ്റിലേക്ക് സ്റ്റെപ്പ് കെട്ടിക്കൊടുക്കാമെന്ന് മാറി മാറി വന്ന പഞ്ചായത്ത് ഭരണസമിതികൾ പ്രഖ്യാപിച്ചതല്ലാതെ നടപ്പിലായില്ല എന്ന് ഇവർ പറയുന്നു. പൈപ്പില് ഈ ആറ്റുവെള്ളം പാട്ടിയെത്ത് വന്നാലും മനുഷ്യൻ ചത്തു വന്നാലും പാമ്പ് ചത്തു വന്നാലും ഞങ്ങളത് കോരി കുടിക്കുന്നതേ ഉള്ളൂ. ഞങ്ങൾക്ക് വേറെ പൈപ്പ് എല്ലാ പ്രാവശ്യവും പോയി പഞ്ചായത്തിൽ പരാതി പറയാനേ ഉള്ളൂ. ഗ്രാമസഭയിലും പോയി പറയുന്നു. ഇതുവരെ ഞങ്ങൾക്ക് ഒരു കുടിവെള്ളം കിട്ടിയിട്ടില്ല. അത് കുട്ടികളൊക്കെ ഇതിൽ കൂടെ ആറ്റി ഇറങ്ങുന്ന കാണുമ്പോൾ പേടി വരുന്നു. ഇതിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി വീണ് കഴിഞ്ഞാൽ നമുക്ക് മീതി ഇട്ടു കുഞ്ഞുങ്ങളെ. എത്ര പ്രാവശ്യം പരാതി പറഞ്ഞു കൊടുത്തു, എന്നിട്ട് ഒന്നും അവരാരും ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് പഞ്ചായത്ത് മെമ്പറും വന്ന് വോട്ട് പിടിക്കാൻ നേരത്തിന് ഇവിടെ വന്ന് കണ്ടിട്ടാണ് പോയത്. എല്ലാ പാർട്ടിക്കാരും വന്ന് കണ്ടിട്ട് പോയി. എന്നിട്ട് ഒരു കുടിവെള്ളത്തിന് ഒരു വഴി ഉണ്ടാക്കി തരുകയോ അല്ലെങ്കിൽ ഒരു കുടിവെള്ളത്തിന് ഒരു പൈപ്പ് തരുകയോ ഒന്നും ചെയ്തിട്ടില്ല. തരാന്ന് പറയുന്നത് അവരെ വോട്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവരെ കണി കാണാൻ കിട്ടുന്നില്ല. എന്നാൽ ലുക്കൌട്ടിലെ കാഴ്ച മറ്റൊന്നാണ്. റോഡരികിൽ കുളം കുത്തി ഓട്ടോറിക്ഷയിൽ വെള്ളം കയറ്റിക്കൊണ്ട് പോവുകയാണ് നാട്ടുകാർ. എന്നാൽ വേനൽ പടിവാതിക്കൽ എത്തിയിട്ടും കുടിവെള്ളക്ഷാമം നേരിടാൻ ഭരണ സംവിധാനങ്ങൾ മുന്നൊരുക്കങ്ങൾ ഒന്നും നടത്തുന്നതായും അറിയാൻ കഴിയുന്നില്ല. തെന്മല പഞ്ചായത്തിൽ ഇക്കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വിവാദമായ വെടിമരുന്ന് സംഭരണശാല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അജണ്ടയിൽ ചർച്ച ചെയ്തപ്പോഴും തെന്മല പോലീസ് സ്റ്റേഷൻ സ്ഥലം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച പുരോഗമിക്കുമ്പോഴും വേനൽക്കാലത്തെ അതിജീവിക്കാൻ തയ്യാറെടുപ്പുകൾ സംബന്ധിച്ച കാര്യങ്ങൾ അജണ്ടയിൽ ഉൾപ്പെടുത്തിയില്ല. കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ റവന്യൂ വകുപ്പ് ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിക്കാറുണ്ട്. എന്നാൽ ഇതിന് പഞ്ചായത്ത് അപേക്ഷ നൽകേണ്ടതുണ്ട്. വേണ്ട നടപടികൾ വരുന്ന കമ്മിറ്റിയിൽ സ്വീകരിക്കുമെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, തെന്മല. ഇനി സ്വർണ്ണവില നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KSKTU നേതൃത്വത്തിൽ ഭൂരഹിതരുടെ താലൂക്ക് ഓഫീസ് മാർച്ച്. സമരക്കാർ തഹസിൽദാരെ തടഞ്ഞുവെച്ചു. ആരോഗ്യ മേഖലയ്ക്ക് പുത്തൻ പ്രതീക്ഷ നൽകി പുനലൂർ നഗരസഭ. സമഗ്ര ആരോഗ്യ പദ്ധതിയായ സ്പർശത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച. പത്തനാപുരത്ത് ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച കംഫർട്ട് സ്റ്റേഷൻ നോക്കുകുത്തിയാകുന്നു. പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ചു. സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു.
ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ.